ഈ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻ പ്രോജക്റ്റിലൊക്കെ വരുമ്പോൾ ചെയ്യുന്നൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 800 kV ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിൻ്റെ നെയിം പ്ലേറ്റ് നോക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇംപിഡൻസ് എന്നൊരു സാധനം എടുത്തിട്ടുണ്ട്. അത് 5% ആണ്. ഓക്കെ, അത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അതുകൂടാതെ വോൾട്ടേജ് റേഷ്യോ നമുക്കറിയാം, 11 kV/433 ആണ് നോർമലി നമ്മുടെ പ്രോജക്ട്സിലൊക്കെ വരുന്ന ട്രാൻസ്ഫോമർ. 33 എന്ന് പറഞ്ഞാൽ ഓളസ്റ്റ് ചെയ്തിൽ വരുന്ന, ഞാനിപ്പോൾ അത് താഴെ വരുന്ന ട്രാൻസ്ഫോമറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 11 kV/433. അപ്പോൾ ഇത് മൂന്നെണ്ണം നമുക്ക് ഉള്ള ഡാറ്റ ആകെയുള്ള 800 kV ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ നെയിം പ്ലേറ്റിൽ നിന്ന് അതിൻ്റെ പെർസെൻറ്റേജ് ഇംപിഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 5% എന്ന് കിട്ടി. പിന്നെ വോൾട്ടേജ് റേഷ്യോ നമുക്ക് 11 kV/433 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഫാൾട്ട് ലെവലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് വേറെ ഇട്ടിട്ടുണ്ട്. അത് ഇൻസ്പെക്ടറേറ്റ് റൂൾസ് എന്ന് പറഞ്ഞ ഇതിൽ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനോട് ചേർത്ത് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയണം. ഇപ്പോൾ ഞാനിപ്പോൾ സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടി നമുക്ക് ഒരു കാൽക്കുലേഷനൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതിൽ വരുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രോജക്റ്റിൽ ഇങ്ങനെ 800 kV ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ സോഴ്സ് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഒരു സബ്സ്റ്റേഷനിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ കേബിൾസോ ഓവർഹെഡ് ലൈനോ വഴി നമ്മുടെ പ്രമിസസിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ പ്രമിസസിൽ 800 kV ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് 11 kV എത്തിക്കണം. അപ്പോൾ അതിലേക്ക് വരുന്ന സോഴ്സ് അതാണ് Z1. അതിൻ്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മളെപ്പോഴും ബേസ് MVA എന്ന് പറഞ്ഞ സാധനം 100 എടുക്കാറ്, ബേസ് MVA. അപ്പോൾ ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസ് MVA ഡിവൈഡ് ബൈ ഫാൾട്ട് MVA × 100. അപ്പോൾ ആക്ച്വലി ഫാൾട്ട് MVA എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളത് ഞാൻ ഒരു വിശദമായിട്ടുള്ള വീഡിയോ മറ്റേ പ്ലേലിസ്റ്റിലുണ്ട്. നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്ന് ഇട്ടേക്കുന്ന ലൈനിൻ്റെ ഇംപിഡൻസ് ഇതൊക്കെ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് Z1 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചിലപ്പോൾ പ്രോജക്ട്സിൽ പ്രാക്ടിക്കൽ കേസുകളിലൊക്കെ മിനിമം 150 ആണ് ഫാൾട്ട് ലെവലായിട്ട് അസ്യൂം ചെയ്യാറുള്ളത്. അപ്പോൾ ചില പ്രോജക്ട്സിൽ അങ്ങനെ നമ്മൾ അസംഷൻസ് ഒക്കെ തരാറുണ്ട്. ഇൻസ്പെക്ടറേറ്റ് അപ്രൂവൽസ് തരാറുണ്ട്. അപ്പോൾ ബേസ് MVA ഡിവൈഡ് ബൈ ഫാൾട്ട് MVA 150 അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജിലാണ് ആൻസർ കിട്ടുന്നത്. 100 ആണ് ബേസ് MVA, ഫാൾട്ട് ലെവൽ 150 ആണ്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് 66.6% എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മുടെ പ്രെമിസസ് വരെ എത്തുന്ന സോഴ്സിൻ്റെ ഇംപിഡൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇംപിഡൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ട്രാൻസ്ഫോമർ ഇംപിഡൻസ് കറസ്പോണ്ടിങ് ടു ബേസ് MVA ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് MVA ഇൻറ്റു ട്രാൻസ്ഫോമർ ഇംപിഡൻസ് ബൈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി. അതാണ് അതിൻ്റെ ഫോർമുല. ട്രാൻസ്ഫോമറിൻ്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ബേസ് MVAയും ട്രാൻസ്ഫോമറിൻ്റെ ഇംപിഡൻസ് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം 800 kV ആണ്. അതാണ് 800 എഴുതിയേക്കുന്നത്. പിന്നെ അവിടുത്തെ 100 MVAയുടെ അത് പിന്നെ 5%ൻ്റെ 100 എല്ലാം കൂടി നമ്മൾ അൾട്ടിമേറ്റ്ലി എല്ലാം VAയിലേക്ക് ആക്കണം. അപ്പോൾ MVAയുടെ 10⁻⁶ഉം ഇതിൻ്റെ 10⁻³ എല്ലാം കൂടി കയറി വരും. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 625% എന്നാണ്. അതായത് നമുക്ക് ഫസ്റ്റ് കിട്ടി സോഴ്സിൽ നിന്നിൻ്റെ ഇംപിഡൻസ്, അതായത് നമ്മുടെ മെയിൻ ഒരു KCBയുടെ സബ്സ്റ്റേഷനിൽ നിന്ന് എത്തുന്നതിൻ്റെ ഇംപിഡൻസ് 66ഉം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രമിസസിലിരിക്കുന്ന 800 kV ട്രാൻസ്ഫോമറിൻ്റെ ഇംപിഡൻസ് കറസ്പോണ്ടിങ് ടു ബേസ് 625% ആണ് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റേജ്. അത് ജസ്റ്റ് ആഡ് ഓൺ ചെയ്താൽ മതി. ഫസ്റ്റ് Z1 എന്ന് പറഞ്ഞതും Z2 കൂടി ആഡ് ഓൺ ചെയ്തൊരു ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംപിഡൻസ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി ഇംപിഡൻസിനെ നമ്മൾ ഫാൾട്ട് ലെവൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫാൾട്ട് ലെവൽ മീൻസ് നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു MVAയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് MVA ഡിവൈഡ് ബൈ ടോട്ടൽ ഇംപിഡൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബേസ് MVA ഡിവൈഡ് ബൈ ടോട്ടൽ ഇംപിഡൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 3 ഫോമിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് കിട്ടും. അതായത് ഫസ്റ്റ് വൺ ബേസ് MVA ബൈ ഫാൾട്ട് MVA ആണ്. അത് സോഴ്സിൻ്റെ കേസ്. എല്ലാം മുകളിൽ ബേസ് MVA വരുന്നുണ്ട്, എല്ലാത്തിനും മുകളിൽ ബേസ് MVA വരുന്നുണ്ട് ഇക്വേഷനിൽ. അത് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ ഇക്വേഷനിലും ബേസ് MVA വരുന്നുണ്ട് ഇൻറ്റു ട്രാൻസ്ഫോമർ ഇംപിഡൻസ് ബൈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയാണ്. മൂന്നാമത്തേലും ബേസ് MVA വരുന്നുണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇംപിഡൻസ് പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ആ ഓർഡർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബേസ് MVA 100 തന്നെ. ടോട്ടൽ ഇംപിഡൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 691.6. അതിൻ്റെ 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 14.45 MVA എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ
അതായത് ഇതിൻ്റെ ഒരു വേറൊരു രീതിയിൽ ഇൻട്രപ്ഷൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സൈറ്റിലേക്ക് വരുന്ന ഫാൾട്ട് LT സൈഡിൽ വരാൻ പോകുന്ന ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14.45 MVA സൈസുള്ള ഒരു ജനറേറ്റർ വെച്ചാൽ അതിൽ കൂടി ഒഴുകാൻ സാധ്യതയുള്ള കറണ്ടിന് തുല്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മുടെ ഫാൾട്ട് ലെവൽ 14.45 MVA ആണ് നമ്മുടെ LT സൈഡിൽ വന്നെ എന്ന് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റേ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഫാൾട്ട് ലെവലിനെ പറ്റി, എങ്കിലും ഞാനതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് MVAയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എത്രയാണ് എന്താണെന്നൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നമ്മളിതിനെല്ലാത്തിനും കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. എന്ത് സാധനം MVA കിട്ടിയാലും അതിനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നെക്സ്റ്റ്. അതിപ്പോൾ ചില കേസുകളിൽ HT സൈഡിൽ കിട്ടും, അതിനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. LT സൈഡിൽ കിട്ടിയതിനും കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് LT സൈഡിൽ കിട്ടിയേക്കുന്ന കറണ്ട് ഫാൾട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 14.45 ആണ്. അത് ഡിവൈഡ് ബൈ √3 × 433 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന MVA ഡിവൈഡ് ബൈ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംബിയർ കിട്ടുമല്ലോ. അതാണ് ഈ ചെയ്യുന്നത്. അതായത് വോൾട്ടേജിനെ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ √3 എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആയതുകൊണ്ടാണ് √3 കയറി വന്നത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 19,267.23 ആംബിയർ, അതായത് 19 കിലോ ആംബിയർ, 19.2 കിലോ ആംബിയർ അവിടെ ഫാൾട്ട് വരുമ്പോൾ ഫ്ലോ ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ LT സൈഡിലെ സ്വിച്ച് ഗിയേഴ്സ് സെലക്ട് ചെയ്യുക. അടുത്ത ഫാൾട്ട് ലെവൽ ഇത്രയും വന്നം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇനി സ്വിച്ച് ഗിയേഴ്സിൻ്റെ ഇത് അങ്ങനെ നമുക്ക് എത്ര കിലോ ആംസിൻ്റെ സ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടി. ഇനി ഇതുകൂടാതെ നമുക്ക് എർത്തിങ്ങിനും ഈ ഒരു പാർട്ട് ഉപയോഗമാണ്. കാരണം എർത്തിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടക്ടർ ഈ പറഞ്ഞ കറണ്ട് താങ്ങണം. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, ഇത് നമ്മൾ GI വെച്ച് എർത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GI വെച്ച് എർത്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ക്യാരിങ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 ആംബിയർ/mm² ആണ്. സോ നമുക്ക് ഈ 19,000 ആംബിയർ GI കൊണ്ട് ക്യാരി ചെയ്യണം. അപ്പോൾ എത്ര ഏരിയ ഉള്ള GI വേണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ 19,000 ആംബിയർ വേണം. നമ്മുടെ കയ്യിൽ ഒരു GIയുടെ ഏരിയ ആംബിയർ/m², 46 ആണ്. അപ്പോൾ നമുക്ക് 418.85 ഓൾമോസ്റ്റ് 500 mm² സൈസുള്ളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 19,000 ആംബിയർ സിമ്പിളായിട്ട് കയറി പോകും. സോ 500 mm² എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട്, ഷോർട്ടല്ല, അതിനെ ആക്ച്വലി ബസ് ബാർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടറിൻ്റെ സൈസ് പറയുന്ന 50/10 അങ്ങനെയൊക്കെയാണല്ലോ. അത് ഞാൻ ബസ് ബാറിൻ്റെ കാൽക്കുലേഷനൊക്കെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ എർത്ത് സ്ട്രിപ്പും ബസ് ബാറും ഒക്കെ ഒരേപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 50 × 10 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്സാണ്. അപ്പോൾ അത്രയും സൈസുള്ള കണ്ടക്ടർ യൂസ് ചെയ്തിട്ട് വേണം സെക്കൻഡറി സൈഡിലെല്ലാം എർത്തിങ് ചെയ്യാൻ. ഇനി സപ്പോസ് ഇൻ കേസ് നമ്മൾ കോപ്പറാണ് ഉപയോഗിക്കണമെങ്കിൽ കോപ്പറിന് കുറച്ചും കൂടി കറണ്ട് ക്യാരിങ് ഡെൻസിറ്റി ഉണ്ട്. 120 ആംബിയർ/mm² ആണ് അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി. സോ അതിൽ 19,000 ആംബിയർ ക്യാരി ചെയ്യാൻ നമുക്ക് 160 ഓൾമോസ്റ്റ് 200 mm² ഏരിയ മതി. സോ നമുക്കൊരു 25/8 സ്ക്വയർ mm അല്ലെങ്കിൽ 25/10 ഒക്കെ ഒരു കണ്ടക്ടർ യൂസ് ചെയ്താൽ നമുക്ക് പുല്ല് പോലെ ഈ കറണ്ട് അതിൽ കൂടെ ക്യാരി ചെയ്ത് സേഫ്റ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. സോ ഇത് രണ്ട് സെയിം കാൽക്കുലേഷൻ തന്നെ അതിൽ കോപ്പർ ആയിട്ട് കാണിച്ചു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുകൂടാതെ ഇതിൽ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര എർത്ത് ബിറ്റ് വേണമെന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫാൾട്ട് ലെവൽ വരുന്നത് 150 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ സോഴ്സ് ഇമ്പിഡൻസ് 150 വെച്ചെടുത്തിട്ടുണ്ട് നേരത്തെ MVA എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്കൊരു ഫോർമുല ഉണ്ട്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഫോർമുലയിൽ ഫോർമുല എന്ന് പറയുന്നതാണ് 7.57 × 10⁻³ ഡിവൈഡ് ബൈ റൂട്ടിൻ്റെ അകത്താണ് മൊത്തം വരുന്നത് ρ × T. അതിൽ ആദ്യം തന്നെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ഫാൾട്ടാണ്, 3 സെക്കൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ റോ എന്ന് പറഞ്ഞാൽ സോയിൽ റെസ്റ്റിവിറ്റിയാണ്. അത് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് സോയിൽ റെസ്റ്റിവിറ്റി, എർത്തിങ് മെഷർമെൻറ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി ഫാൾട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തത് തന്നെ MVA ഡിവൈഡ് ബൈ √3 × 11 kV. അതായത് ഈ കേസിൽ നമ്മൾ HT സൈഡിലാണ് നമ്മൾ ഫാൾട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ HT സൈഡിലെ വോൾട്ടേജ് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. √3 എന്ന് പറഞ്ഞാൽ 3 ഫേസിന് വേണ്ടിയാണ്. അപ്പോൾ 150 ഡിവൈഡ് ബൈ √3 × 11 ചെയ്യുന്നു. പിന്നെ അപ്പോൾ നമുക്ക് 7,900, അതായത് 7.9 കിലോ ആംബിയർ എന്ന് പറഞ്ഞ് കിട്ടുന്നു.
ഓക്കെ, അതാണ് ഈ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആ ഫാൾട്ട് കറണ്ട് കണ്ടുപിടിച്ചു. ഇനി ഇത്രയും കറണ്ട് നമ്മുടെ എർത്ത് ക്യാരി ചെയ്യും. അപ്പോൾ എർത്ത് ക്യാരി നമ്മുടെ ഓരോ ഭൂമിയും പല തരത്തിലായിരിക്കും. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ 73 ഓം മീറ്റർ എന്ന് കിട്ടിയത്, ചിലത് 100 ഓം മീറ്റർ ആയിരിക്കും കിട്ടുന്നത്, ചിലത് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അവിടുത്തെ ആ സോയിലിലേക്ക് ഇറക്കി വിടാൻ പറ്റിയ കറണ്ടിൻ്റെ ഡെൻസിറ്റി, അതായത് പെർ മീറ്റർ സ്ക്വയർ എത്ര കറണ്ട് ക്യാരി ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർമുല പറഞ്ഞത്. അപ്പോൾ ആ ഫോർമുല വെച്ച് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഓരോ മീറ്റർ സ്ക്വയറിലും 511 ആംപിയർ എടുക്കാൻ പറ്റുന്നതാണ്. 511.53 ആംപിയർ എടുക്കാൻ പറ്റുന്നതാണ് കിട്ടുന്നത്. അതായത് നമ്മളൊരു ടൈല് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചെറിയ കഷ്ണം ടൈലാണ് 1 മീറ്റർ സ്ക്വയർ എങ്കിൽ അതിൽ 511 ആംപിയർ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം നമുക്ക് നേരത്തെ എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് പറഞ്ഞ പോലെ തന്നെ ഇതിന് എത്ര ഏരിയ വേണമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ എർത്ത് ചെയ്യാൻ വേണ്ടി എന്തോരം ഏരിയ വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഫാൾട്ട് കറണ്ടിനെ ഡിവൈഡ് ബൈ കറണ്ട് ഡെൻസിറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ, നമ്മുടെ കണ്ടക്ടറിൻ്റെ കേസിൽ കറണ്ട് ഡെൻസിറ്റി ആയിരുന്നു, ഇതിൽ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്, അത്ര ഉള്ള വ്യത്യാസം. അപ്പോൾ ഫാൾട്ട് കറണ്ട് നമുക്ക് 7.9 കിലോ ആംപിയറാണ്. ഡിവൈഡ് ബൈ 511 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 15 മീറ്റർ സ്ക്വയർ ഏരിയ അല്ലെങ്കിൽ 15.44 മീറ്റർ സ്ക്വയർ ഏരിയ വേണമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ കാസ്റ്റ് അയൺ പ്ലേറ്റാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു കാസ്റ്റ് അയൺ പ്ലേറ്റ് നമ്മുടെ മണ്ണുമായിട്ട് മുട്ടിയിരിക്കുമ്പോൾ 2.88 മീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കവറിങ് കിട്ടും. അതായത് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും കൂടിയിട്ട് നമുക്ക് 2.88 മീറ്റർ സ്ക്വയർ ഏരിയ കവറിങ് കിട്ടും. കാരണം ഒരു കാസ്റ്റ് അയൺ പ്ലേറ്റിന് തിക്നെസ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ 1.2 × 1.2 മീറ്ററാണ് ഒരു കാസ്റ്റ് അയൺ. ഓക്കെ, അതൊരു സ്ക്വയർ പ്ലേറ്റാണ്. അപ്പോൾ 1.2 × 1.2 ഈസ് 1.44. അപ്പോൾ 1.44 മീറ്റർ സ്ക്വയറാണ് ഒരു സൈഡ് മണ്ണിലേക്ക് മുട്ടിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ താഴത്തേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ രണ്ട് സൈഡും മണ്ണിൽ മുട്ടിക്കും. സോ 2.88 മീറ്റർ സ്ക്വയർ ഒരു എർത്ത് ഫിറ്റ് ചെയ്താൽ കിട്ടും. കാസ്റ്റ് അയൺ കൊണ്ടൊരു എർത്ത് ഫിറ്റ് ചെയ്താൽ, ഈ എർത്ത് ഫിറ്റ് ചെയ്യേണ്ട ഏരിയ മീൻസ് എന്താ, നമ്മുടെ മണ്ണുമായിട്ട് കണ്ടക്ടർ മുട്ടിക്കുന്ന ഏരിയ. അപ്പോൾ ഈ കണ്ടക്ടർ ഇതിൽ പ്ലേറ്റ് എർത്തിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 7.9 കിലോ ആംപിയർ, അതായത് 6000 ആംപിയറിന് മുകളിൽ എന്തായാലും പ്ലേറ്റ് എർത്തിങ്ങാണ് ഉപയോഗിക്കുന്നത്. സോ ഇതെന്തായാലും 7900 ആംപിയർ ഉണ്ട്. സോ എന്തായാലും നമ്മൾ പ്ലേറ്റ് എർത്തിങ് ചെയ്യണേ, അതിൽ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ യൂസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒരു കാസ്റ്റ് അയണിൽ നിന്ന് 2.88 മീറ്റർ സ്ക്വയർ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 15.44 മീറ്റർ സ്ക്വയർ കിട്ടണമെങ്കിൽ എത്ര എന്ന് കണ്ടുപിടിക്കണം. 15.44 ഡിവൈഡ് ബൈ 2.88 ചെയ്യുന്നു, 5.36 കിട്ടുന്നു. നമ്മളെപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അത് എന്ത് സംഖ്യയാണ് 5.01 കിട്ടിയാലും നമ്മൾ 6 അതിൻ്റെ മുമ്പിലോട്ടായിരിക്കും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ 6 നമ്പർ ഓഫ് എർത്ത് ബിറ്റ് വേണം എന്ന് നമ്മളതിൽ മനസ്സിലാക്കി. ഇനി അതിലേക്ക് പോകുന്ന കണ്ടക്ടറിൻ്റെ സൈസും സിമിലർലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോപ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോപ്പറാണ് നമ്മൾ കണ്ടക്ടർ സൈസ് യൂസ് ചെയ്യണമെങ്കിൽ HT സൈഡിലെ കറണ്ട് എർത്തിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. അവിടുത്തെ കറണ്ട് 7.9 × 10³ ആണ്, 7.9 K ആണ്. ഡിവൈഡ് ബൈ GI ആണ് യൂസ് ചെയ്യണമെങ്കിൽ GIയുടെ കറണ്ട് ഡെൻസിറ്റി 46 ആണ്. നേരത്തെ ഇത് തന്നെ. അപ്പോൾ 171.73 mm² എന്ന് പറഞ്ഞിട്ട്, ഇൻ കേസ് നമ്മൾ കോപ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ 7900 ഡിവൈഡ് ബൈ 120 ചെയ്യും. അപ്പോൾ 65.8 mm² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ GI ആണ് യൂസ് ചെയ്യണമെങ്കിൽ 38/6 നമ്മുടെ ആ ഏരിയ ഒപ്പിക്കാൻ വേണ്ടിയാണ് 38/6 mm² GI. കോപ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ 25/6 യൂസ് ചെയ്താൽ മതി. കാരണം നമുക്ക് 65 mm² കിട്ടിയാൽ മതി. സോ ആക്ച്വലി 25/3 യൂസ് ചെയ്താലും മതി. സോ അങ്ങനെയാണ് ഈ എർത്തിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും.